നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഒരു കൊച്ചു വിഷയത്തെക്കുറിച്ചാണ് പ്രസംഗിക്കുവാൻ പോകുന്നത്. നമ്മുടെ സമൂഹത്ത് ഇപ്പോഴുമുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ പ്രസംഗമായി ഇവിടെ അവതരിപ്പിക്കുന്നത്. ആരാണെന്നറിയണ്ടേ? നമ്മളുടെ ഓരോരുത്തരുടെയും അടുത്തുള്ള നമ്മുടെ അമ്മ തന്നെ. ആ അമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ തന്നെ പറയൂ, നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മളെ 10 മാസം വയറ്റിൽ ചുമന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അമ്മ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഓരോ വ്യക്തികളും ഇപ്പോൾ നമ്മുടെ അമ്മമാരെ, അച്ഛന്മാരെ ഒക്കെ ഇത്തിരി വയസ്സായാൽ വൃദ്ധസദനങ്ങളിലും അനാഥാലയങ്ങളിലും കൊണ്ട് തള്ളുകയാണ്. കാരണം ഇത്ര കാലം അവരെ വളർത്തിയ അമ്മമാരെ ഇപ്പോൾ അവർക്ക് ആവശ്യമില്ല. അവർക്ക് ഇപ്പോൾ കഴിവും പ്രാപ്തിയുമായി അത്രേ. പക്ഷേ അമ്മമാർക്കതില്ലോ. വൃദ്ധസദനങ്ങളിലും അനാഥാലയങ്ങളിലും കൊണ്ട് തള്ളുമ്പോഴും അവരുടെ മനസ്സിൽ അവരുടെ മക്കൾ മാത്രമേ ഉണ്ടാകുള്ളൂ. അതാണ് ഓരോ അമ്മമാരുടെയും അച്ഛന്മാരുടെയും മനസ്സ്. നമ്മൾ ഓരോ വാക്കുകളിലും ഓരോ കവിതകളിലും ഒരുവിധം എല്ലാ കവിതകളിലും തന്നെ ഈ അമ്മയെ പറ്റി പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കവിതകളിലും കഥകളിലുമെല്ലാം നമ്മൾ ഓരോ വാക്ക് കേട്ടിട്ടുണ്ടാകും. ഓരോ വാക്കിനെ അത് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ആ വാക്കാണ് അമ്മ എന്ന വാക്ക്. നമ്മൾ ഓരോ കുട്ടിയും ജനിക്കുമ്പോൾ കാണുന്ന ഒരു മുഖമാണ് നമ്മുടെ അമ്മയുടെ മുഖം. ആദ്യം വിളിക്കുന്ന ഒരു വാക്കാണ് അമ്മ എന്ന വാക്ക്. നമ്മൾ വീണ അവരുടെ മനസ്സ് ഉരുകിത്തീരുകയായിരിക്കും. അവരുടെ മനസ്സിൽ ടെൻഷനായിരിക്കും. പക്ഷേ നമ്മൾ ഓരോരുത്തരും നമ്മുടെ അമ്മമാരെ വൃദ്ധസദനങ്ങളിലും അനാഥാലയങ്ങളിലും കൊണ്ട് തള്ളുമ്പോൾ ഒന്നാലോചിക്കുക. 10 മാസം എളുപ്പമായല്ല അവർ നമ്മളെ വയറ്റിൽ ചുമന്നത്. വളരെയധികം വേദനയോടുകൂടിയാണ്. അത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നമുക്ക് സ്വന്തമായി തോന്നുന്ന എന്തിനേയും നമ്മൾ മാതൃസ്നേഹമെന്നും മാതൃഭാഷ എന്നും ഒക്കെ സ്വന്തമായി തോന്നുന്ന എന്തിനേയും അമ്മ എന്ന വാക്കിലൂടെയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. നമ്മൾ വീണ ദൈവത്തെ അല്ല ആദ്യം വിളിക്കുക, അമ്മയെയാണ്. കാരണം ആ അമ്മയെ നമ്മൾക്ക് മനസ്സിൽ ഒരു പൊടിയെങ്കിലും സ്നേഹം ഉണ്ടാവാതെ ഇരിക്കുകയില്ല. കാരണം ആ അമ്മമാർ നമ്മളെ എത്ര വളർത്തിയതാണ്. ഈ ലോകം ഭൂമിയെ തന്നെ നമ്മൾ വെട്ടിപ്പിടിച്ചാലും നമ്മുടെ അമ്മയെ സംരക്ഷിക്കുന്ന അത്ര വിജയം ഒന്നിനുമില്ല. കാരണം അമ്മ എന്ന വാക്ക് ദൈവതുല്യമാണ്. നന്ദി, നമസ്കാരം.